الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മളെ പരിശുദ്ധ മദീനയോട് ഇന്ന് ഉച്ചയോടുകൂടി നമ്മൾ വിട പറയും. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച മദീനത്ത് വന്നവരാണ്. മദീനയിൽ വന്നു, നമ്മൾ മദീനയിൽ റൗദയിൽ കയറി സിയാറത്ത് ചെയ്തു, സലാം പറഞ്ഞു, ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ നമ്മളങ്ങോട്ടും ഇങ്ങൾ പ്രത്യേകിച്ച് ഉമ്മമാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയുകയും ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും പരിശുദ്ധ മക്കയിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ മദീനയിൽ വെച്ചും ഇവിടെ നിന്ന് നമ്മളൊരു വെറുപ്പുണ്ടാക്കി എടുത്തിട്ട് നാട്ടിലേക്ക് പോയാൽ നമ്മുടെ അമൽ സ്വീകരിക്കോ? ഇവിടെ ആർക്കും വെറുപ്പില്ലാത്ത സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ അവിടുത്തെ പച്ച കുബ്ബക്ക് താഴെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ നബിക്ക് ആരോടും വെറുപ്പില്ല. അറബിയും കറുത്തതും വെളുത്തതും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് സമമാണ്. അപ്പോൾ ആ പുണ്യ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ മനസ്സിലൊരു വെറുപ്പ് ആരതും ഉണ്ടായിപ്പോകാൻ പാടില്ല. പ്രത്യേകിച്ച് പറയുന്നത് ചില ഇവിടുത്തെ പറഞ്ഞാൽ നസീബുകളാണ്, തൗഫീഖുകളാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 3 ഗ്രൂപ്പ് ഒന്നിച്ച് വന്നിട്ട് 3 ഗ്രൂപ്പിൽ എനിക്ക് റൗദ കയറാൻ പറ്റിയില്ല. മൂന്ന് ഗ്രൂപ്പിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഏതെങ്കിലും ആൾ വരും, ഉസ്താദെ നമുക്ക് കിട്ടിയിട്ടില്ല, ഉസ്താദ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നിരിക്കും, കയറിക്കൊന്നൊരു അവർ കയറും. അപ്പോൾ നമ്മൾ ഔട്ടാവും. അപ്പം അങ്ങ് സ്വാഭാവികമാണ്. പിന്നെ നിങ്ങൾ തന്നാൽ ഒരു വർഷത്തിലാകെ വരുന്നത്. അപ്പോൾ ഞാനും അടുത്ത ആഴ്ചയും വരുന്നത്. അപ്പോൾ ചിലർക്ക് 2 കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് 1 കിട്ടിയിട്ടുണ്ടാവും. ഒന്നും വേണമെന്നില്ല, ഒരു റോദയും വേണമെന്നില്ല. ഞാൻ ആ കഥ ആരോടോ ഓർമ്മപ്പെടുത്തിയല്ലോ. മണ്ണാർക്കാട് 55 നിങ്ങളെ 55 ഒരു പെണ്ണുണ്ട്. അവൾ എൻ്റെ കൂടെ ഉംറക്ക് വന്നതാണ്. വീടൊന്നും എനിക്കറിയില്ല, നമ്പർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവൾ ഇവിടെ ഉംറക്ക് വന്നു, മക്കത്ത് വന്നു. പക്ഷേ ഒരു ഉംറ ചെയ്ത് ഒക്കെ ശുദ്ധിയിലുണ്ടായി. രണ്ടാമത്തെ ഉംറ മുതൽ അങ്ങോട്ട് മദീന വരെ ശുദ്ധിയില്ലാതെ പള്ളിയിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ അവൾ അത്ര ഒരു തക്കുവേലം നടക്കുന്ന പെണ്ണൊന്നല്ല, ഒരു പരിഷ്കാരി പെണ്ണാണ്. അങ്ങനെ ഒരു മണ്ണാർക്കാട് 55 എന്നോട് പറഞ്ഞേക്ക് ഉസ്താദ് വരികയാണെങ്കിൽ വരണം, ഞാൻ 55 വീടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ നാട്ടിൽ പോയി. പിന്നെ ഞാനൊരു 3 ഗ്രൂപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ ശേഷം എനിക്കൊരു മെസ്സേജ്, ഉസ്താദെ ഞാൻ ഇന്നലെ രാത്രി മക്കയെ സ്വപ്നം കണ്ടു, മദീന സ്വപ്നം കണ്ടു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ പഴയ കാലത്തൊന്നും സുബഹിക്കും തഹജ്ജുദിനും എഴുന്നേൽക്കലില്ല. ഇപ്പം ഞാൻ തഹജ്ജുദിനും സുബഹിക്കൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുള്ളത് പോലെ തോന്നുന്നു. ആകെ ഒരു ഉംറ അവൾ ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉംറ 10 ചെയ്യലോ അതല്ലെങ്കിൽ കുറേ വട്ടം റോദ കയറലോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കലാണ്, അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കലാണ്. അങ്ങനെയുള്ളൊരു യാത്രയാക്കി അള്ളാഹു തആല മാറ്റി തരട്ടെ. അപ്പോൾ അതാരോ എല്ലാവരോടും ഞാൻ പറയുന്നത്, എന്നോടും നിങ്ങളോടും. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും അർഹരല്ല. പക്ഷെ നമ്മളെ മനസ്സ് നന്നാക്കി എടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ കൽബും നമ്മുടെ എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുന്നതാക്കി തരട്ടെ. ഒരു സലാം പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബഖിയ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അസ്സലാമു അലൈക്കും
السلام عليكم يا خليفة يا خليفة أبو بكر صديق أبو بكر الصديق رضي الله عنه. رضي الله السلام عنه. عليكم السلام عليكم يا خليفة يا خليفة عمر بن الخطاب عمر بن الخطاب رضي الله عنه. رضي الله عنه. السلام عليكم السلام يا عليكم خليفة يا خليفة عثمان بن عفان عثمان بن عفان رضي الله عنه. رضي الله عنه. السلام عليكم السلام عليكم يا خليفة يا خليفة علي بن أبي طالب علي بن أبي طالب رضي الله عنه. رضي الله عنه. السلام عليكم السلام عليكم يا أم المؤمنين يا أم المؤمنين بيبي خديجة بيبي خديجة رضي الله رضي عنها. الله عنها. السلام عليكم السلام عليكم يا أم المؤمنين يا أم المؤمنين بيبي فاط أم المؤمنين يا أم المؤمنين بيبي عائشة رضي الله عنها. السلام عليكم السلام عليكم يا أهل البقية. يا أهل البقية. السلام عليكم السلام عليكم يا أولاد رسول الله. أولاد رسول الله. السلام عليكم السلام عليكم يا صحابة رسول الله. يا صحابة رسول الله. السلام عليكم السلام عليكم دار قوم يا قوم المؤمنين المؤمنين وإنا وإنا إن شاء الله بكم إن شاء الله بكم لاحقون. لاحقون. جزاك الله خير جزاك الله خير جزاك الله خير. جزاك الله خير. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا മുഹമ്മദ്. അർഹമുറാഹിമായ കരുണക്കടലായ ദയാലുവായ അള്ളാഹുവെ, ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ബഖീന്റെ ചാര നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഞങ്ങളുടെ മനസ്സിൽ നിയത്ത് ചെയ്ത സൂറത്ത് യാസീൻ, ഞങ്ങൾ ഓതിയ മറ്റെല്ലാ സൂറത്തുകളും ഇവിടെ കിടക്കുന്ന മഹാന്മാരിലേക്ക് നീ ചേർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തെ ചാരയാണ് ഞങ്ങളുള്ളത്. അള്ളാഹുവെ, ഞങ്ങളെ സിയാറത്ത് നീ സ്വീകരിക്കണേ റഹ്മാൻ. അള്ളാഹുവെ, ഇത് ഞങ്ങൾ അവസാനത്തെ സിയാറത്താക്കി ചുരുക്കരുത് റഹ്മാൻ. ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതിൻ്റെ എല്ലാം മിസ്ലു സവാബ് ഇവിടെ കിടക്കുന്ന മഹാന്മാരിലേക്ക് നീ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങൾ വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് ഞങ്ങളെ കൂടെ വന്ന ഖദീജാത്തയുടെ മകൻ, അവരടക്കം ഇവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് അല്ലാഹു ഇതിൻ്റെ മിസ്ലു സവാബ് നീ ചേർക്കണേ അല്ലാഹ്. പടച്ചവനെ, ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാൻ. ആ കുട്ടിക്ക് നീ സ്വർഗം നൽകണേ റഹ്മാൻ. ആ കുട്ടിക്ക് നീ സ്വർഗം നൽകണേ റഹ്മാൻ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ റഹ്മാൻ. പടച്ചവനെ, റാഹത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹുവെ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ യാത്രയാക്കി നീ ചുരുക്കരുത് റഹ്മാൻ. പടച്ചവനെ, ഇനിയും പരിശുദ്ധ മദീന കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പരിശുദ്ധ മദീനയിൽ റൗളയിൽ കയറിയതും ഞങ്ങൾ സലാം പറഞ്ഞതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നിസ്കരിച്ചതും ജമാഅത്തായി നിസ്കരിച്ചതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിനെ കാണാൻ ഇതൊരു കാരണമാക്കി തരണേ റഹ്മാൻ. ഹബീബിനെ കാണാൻ ഇതൊരു കാരണമാക്കി തരണേ റഹ്മാൻ. അല്ലാഹുവേ, നിരവധി ആവശ്യങ്ങൾ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ആ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളിൽ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, നീ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി ജിദ്ദയിലേക്ക് പോകുന്ന ഏകദേശം 8 മണിക്കൂർ ദീർഘമായ യാത്രയാണ്. അള്ളാഹു നമ്മുടെ വാഹനത്തെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ഓതുന്ന ഫാത്തിഹയുടെ ഫضل കൊണ്ട് അള്ളാഹു തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ലഗേജിലൊക്കെ വെള്ളമുണ്ട്, നമ്മുടെ ലഗേജിൽ സാധനമുണ്ട്, തൂക്കം അധികമുണ്ട്. ഒരു വിഷമവും നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ അള്ളാഹു നമ്മുടെ നാട്ടിൽ എത്തിച്ചേർക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഏകദേശം ഒരു 9 മണി, 8:30-9 മണിക്ക് നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തും. അവിടെ നിന്ന് ബോർഡിംഗ് പാസ് കഴിഞ്ഞ് രാത്രി 12:30-ക്കുള്ളിൽ നമ്മുടെ ഫ്ലൈറ്റ് ആണ്. നാളെ രാവിലെ പുലർച്ചെ 9 മണിക്കാണ് കോഴിക്കോട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് എത്തുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ജിദ്ദയിലേക്കുള്ള യാത്ര വഴിയെ ബസ് ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ മഗ്രിബും ഇശാവും നിസ്കരിക്കണം. ബസ്സാണ് നമ്മളിത്. നമ്മൾ ഈ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. മാഷാ അല്ലാഹ്, മഗ്രിബും ഇശാവും ഇവിടുന്ന് നിസ്കരിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര ചെയ്യും. ഇപ്പം നിലവിൽ എല്ലാവർക്കും റാഹത്താണ്, ആർക്കും വിഷമമില്ല. ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്, പനിയുണ്ട്. ഉമ്മമാരൊക്കെ അല്ലേ, അവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് ആരോഗ്യം അള്ളാഹു നൽകട്ടെ.